എന്തിനാ നീ അങ്ങനെ ചെയ്തത്? അഞ്ജലിയും നന്ദനായിട്ടുള്ള കല്യാണം മുടങ്ങി പോവാൻ. ആരാ നിനക്ക് ഈ കാശ് തന്നു? പറടാ, ആര് പറഞ്ഞിട്ടാ നീ എങ്ങനെ ചെയ്തു? അത് സേതുവടുത്തി. സേതുലക്ഷ്മി കള്ളം പറഞ്ഞു ഇടിച്ചിട്ട് നെഞ്ചിലൊക്കെ ഞാൻ കേട്ടോ. മതി മതി മതി, കയ്യാകളിയൊന്നും വേണ്ട. യവന്റെ മൊഴിയെടുത്ത് ബാക്കി നടപടി എന്താണെന്ന് വെച്ചാ ചെയ്യും. ആദ്യത്തിന് ഇപ്പൊ തന്നെ റിലീസ് ചെയ്യണം, ഇപ്പൊ തന്നെ. ഈ കൊമ്പനെ പിടിക്കാൻ കയ്യിലുള്ള ചൂണ്ട പോരാ മാധവൻ സാറേ. ഇനി എരയൊന്ന് മാറ്റിയിട്ട് നോക്ക്. ഒട്ടും മോശമല്ലാത്ത കോള് തന്നെ തടയും. യവൻ ആദിത്യനെ പോലെയല്ല, ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം തന്നെ തരും. ഈ ലോക്കപ്പും തല്ലി പൊളിച്ച് പോലീസുകാരുടെ കൈയും കാലും തല്ലി ഒടിച്ച് നിന്റെ ഈ വിറക് വിരയ്ക്ക് തീയും കൊടുത്തിട്ട് ആദിത്യനെ കൊണ്ടുപോകാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്താലും കർണനെ ആരും ഒരു പുല്ലും ചെയ്യത്തില്ല. വേണ്ടാന്ന് വെച്ചിട്ടാ. കളിയുടെ നിയമം തെറ്റിക്കാതെ കളിക്കുന്നതാ കർണൻ ഇഷ്ടം. പിന്നെ ആദിത്യനെ നീ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവന്റെ ദേഹത്ത് കൊണ്ട ഓരോ അടിക്കും നീ സമാധാനം പറയിപ്പിക്കും. ഞാൻ ഇറക്കി വിടറ അവനെ. വരട്ടെ മാധവൻ സർ. കർണേട്ടനെ പറ്റി ഇവൻ എന്തൊക്കെയാ പറഞ്ഞത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നോ ചതിയനാണെന്നോ? ഇപ്പൊ ഈ കണ്ടതിലും വലിയ ചതി എന്തുവാ? ഈ കല്യാണം മുടക്കാൻ വേണ്ടി അവരെ ചെയ്തത് പുണ്യകർമാണോ? പറ. അമ്മയ്ക്ക് എന്താ നാവിറങ്ങിപ്പോയോ? അതിന് നീ എന്റെ നേരെ ചാടി വരുന്ന എന്തിനാ? ഞാൻ എന്ത് ചെയ്തെന്നാ? അഞ്ജലിയുടെ വീട്ടില് റെയ്ഡ് നടന്നപ്പോഴും ആദ്യത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും എല്ലാരും കൂടി എന്റെ തലേക്കല്ലേ കേറിയത്. സത്യം എന്താണെന്നറിയാതെ ആരെ കുറ്റപ്പെടുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും അവൻ കൂട്ടാക്കിയില്ല. ആദിത്യനെ ജാമ്യത്തിൽ ഇറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയാ അവൻ എന്നോട് പറഞ്ഞത്? അന്തസ്സില്ലാത്ത കുടുംബത്തിലെ പെണ്ണിനെ കല്യാണം ആലോചിച്ച് അവന്റെ ജീവിതം തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവളാ ഞാനെന്ന് ദിവാകരേട്ടന്റെ മുമ്പിൽ വെച്ച് അവൻ പറഞ്ഞില്ലേ? നമ്മളെ വിഡ്ഢികളാക്കാൻ എല്ലാരും കൂടെ ആലോചിച്ച് ചെയ്ത ഒരു കളിയായത്. വലിയ അന്തസ്സും അഭിമാനവും പറഞ്ഞ് മാന്യമായിട്ട് നടക്കുന്നവനല്ലേ. അഞ്ജലിയെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ മാന്യമായിട്ട് അത് പറയണമായിരുന്നു. ഒരുത്തന്റെ ജീവിതം തകർത്തോണ്ടല്ല കല്യാണം ഒഴിയേണ്ടത്. ആദിത്യൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും ഇതിന്റെയൊക്കെ നാണക്കേട് ആ കുടുംബത്തിൽ നിന്ന് പോവോ? ആ പെണ്ണിന്റെ ഭാവി നശിപ്പിച്ചളഞ്ഞ ശാപം എവിടെ കൊണ്ടുപോയി വീട്ടും? എനിക്ക് ഉറപ്പാ, നിശ്ചയം കഴിഞ്ഞു പോയതുകൊണ്ട് ഇതിന്ന് ഒഴിവാകാനേ ദേ ഇവനും കൂടി ചെയ്തു വെച്ച പണിയാ ഇതൊക്കെ. ഇവനിത് എങ്ങനെ മനസ്സ് വന്നെന്റെ ഈശ്വര. മതി, കുറെ നേരമായല്ലോ. കല്യാണം വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഞാൻ ചെന്ന് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. പറയാൻ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ, അത് പാലിക്കാൻ തീരുമാനിച്ചു തന്നെ നിന്നത്. വേണ്ട മോനെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും കണ്ടു തുടങ്ങിയതല്ലോ. അമ്മയുടെ വാക്ക് പറഞ്ഞ് കല്യാണത്തിന് സമ്മതം മൂടിയപ്പോ ശ്രീമംഗലത്തെ രംഭ വന്ന് നിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കിയിട്ടുണ്ടാവും. പെണ്ണ് വീട്ടുകാരോട് പറഞ്ഞ വാക്കും അമ്മയുടെ അഭിമാനവും എല്ലാം ആ നിമിഷം നീ അങ്ങ് മറന്നു. അതല്ലേ ഉണ്ടായത്. ചേച്ചി ഒച്ച വെക്കണ്ട. എടാ, ആണുങ്ങളായ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണം. അല്ലാതെ അതിന് തലയൂരാൻ തറവേല ചെയ്യരുത്. കുറ്റം ഏറ്റു പറയാൻ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞാണോ നിങ്ങൾ ഈ തുള്ളുന്നൊക്കെ? അതും ഈ പറഞ്ഞ മഹാനായ കർണന്റെ കളിയല്ലെന്ന് ആര് കണ്ടു? കുറ്റമേറ്റത് വെറും ഒരാളല്ലല്ലോ നന്ദ, ശ്രീമംഗലത്തെ ചെക്കനല്ലേ. എന്ത് കിട്ടൂന്ന് പറഞ്ഞാലും അത്രയും വലിയൊരു തറവാട്ടിലെ പയ്യൻ ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാവൂ? ഇത് അവളുടെ കളി തന്നെ, സേതുലക്ഷ്മിയുടെ. കർണനെ ഒതുക്കാം, കല്യാണം മുടക്കി നിന്നെ അവിടുത്തെ പെണ്ണിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ. എല്ലാം പൊളിഞ്ഞു പോയെന്ന് മാത്രം. എടാ, മനുഷ്യനായ ഇത്രയെങ്കിലും സഹോദര സ്നേഹം വേണം. നിന്റെ ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്നെ പോലും വെട്ടിലാക്കിയിട്ടല്ലേ നീ ഈ ചതിക്ക് കൂട്ടുനിന്നത്. നീ അനുഭവിക്കും. അമ്മയെ കൂടി കേൾക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. കണ്ടറിയാത്തവൻ കൊണ്ടറിയും. വിനോദിനിയാ പറയുന്നേ. വാ ദിവാകരേട്ടാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വിനോദിനി പറഞ്ഞ ഒന്നും ഞാൻ കണക്കിലെടുക്കില്ല. പക്ഷേ അഞ്ജലിയെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ആ കുടുംബത്തോട് ചെയ്ത ഈ ദ്രോഹത്തിന്
എന്റെ മോൻ കൂട്ടുനിന്നു എന്നെനിക്ക് വിശ്വസിക്കേണ്ടി വരരുത്. അത് ചിലപ്പോ ഈ അമ്മയ്ക്ക് താങ്ങാനാവില്ല. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. നിനക്കറിയാമോ, ദിവസവും നീ ഉറങ്ങുമ്പോൾ 1/2 മില്ലിമീറ്റർ വരെ വളരാം. അതുകൊണ്ടാണ് പുതിയ പാമ്പേഴ്സ്. അതിലുണ്ട് എക്സ്ട്രാ ഡ്രൈ ലെയർ. അത് ഈർപ്പമില്ലാതാക്കും, അതും 10 മണിക്കൂർ വരെ. ഇനി സ്വസ്ഥമായി ഉറങ്ങൂ, നന്നായി വളരൂ. പാമ്പേഴ്സ്, കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചു, പാമ്പേഴ്സ് നിർമ്മിച്ചു. ഒന്ന് ഊതിക്കാം. ഒന്നൂടെ ഊതിക്കാം. ഒന്നൂടെ. കോൾഗേറ്റ് മാക്സ് ഫ്രഷിലുണ്ട് ആയിരക്കണക്കിന് കൂളിംഗ് ക്രിസ്റ്റൽസ്. അവ ഓരോ ശ്വാസത്തിലും ഉണർത്തും മാക്സ് ഉന്മേഷം. എല്ലാവർക്കും മാക്സ് ഫലം. കോൾഗേറ്റ് മാക്സ് ഫ്രഷ്, മാക്സ് ഉന്മേഷം, മാക്സ് ഫലം. കോൾഗേറ്റ് ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. മോനുനെ ഡാബർ ച്യവൻപ്രാശിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ വരൂ, ഇനി നമുക്ക് മമ്മിയെ തന്നെ സ്കൂളിൽ അയക്കാം. 3, 4, 5, 6 പ്രഷറും നമുക്ക് വളരെയേറെ നമ്മുടെ ലൈഫ്. ഇപ്പോൾ മനസ്സിലായല്ലോ, കുട്ടിയാവുന്നത് കുട്ടിക്കളിയല്ലെന്ന്. അതുകൊണ്ട് ഡാബർ ച്യവൻപ്രാശ് അത് നൽകുന്നു സമ്പൂർണ്ണ ശക്തിയും സ്റ്റാമിനയും. ഡാബർ ച്യവൻപ്രാശ് ആവശ്യം ആണ്. ഇവിടെ ഇറങ്ങി പോയപ്പോ ഒന്നും പറയാൻ പോലും തോന്നിയില്ലല്ലോ നിനക്ക്. അത് മിണ്ടി പോരുത്. വന്നവരുടെ മുമ്പില് ഒരു അന്യെ പോലെ അവൾ എങ്ങനെ നിൽക്കും? ചോദിക്കാൻ എനിക്ക് അവകാശമില്ല, പക്ഷെ ചില നിയന്ത്രണങ്ങൾ അത് നല്ലതാ ഏത് വിഷയത്തിലും. ലോകം അവസാനിക്കുന്നു എന്നറിയുന്നിടത്ത് ആരാടോ ഗ്ലോറിയെ പോലെ ഒരുത്തിയുടെ ശത്രുതയെ പേടിക്കുന്നത്? നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എന്റെ ഹൃദയം നിറങ്ങുന്നുണ്ട്. അതെനിക്ക് താങ്ങാനാവില്ല. പറ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? യമുനയ്ക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നിന്ന് പോ. സോറി മാഡം. പോ എന്റെ മുമ്പിൽ നിന്ന്. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക് നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ മാത്രം എന്റെ മാനസപുത്രി. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. സമർപ്പിക്കുന്നത് മലബാർ ഗോൾഡ് BIS ഹോൾമാർക്ക് 916 പ്യൂർ ഗോൾഡ്. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. മലബാർ ഗോൾഡിനോടൊപ്പം മോഹൻലാൽസ് ഡെയിലി ഡിലൈറ്റ് ഷോ 2008 ഈ ഒക്ടോബർ യൂറോപ്പിൽ മലയാള വസന്തമാണ്. ഭീമ ഗോൾഡ്, കാലം തെളിയിച്ച സത്യം, കറകളഞ്ഞ പരിശുദ്ധി. ഭീമ ഗോൾഡ്, പ്യുവർ ഗോൾഡ്. ഒന്നാമതെത്താൻ, ഉയരങ്ങളിലെത്താൻ NCPT, ദ ഗ്ലോബൽ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് അക്കാദമി. Students PG Center, Iringalakkuda, a college for management and technology under Mahatma Gandhi University. Emmanuel Silks, the world's greatest wedding collection. മണപ്പുറം ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങൾ ആഗ്രഹിച്ചതിനും കൂടുതൽ. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. വിവരം അറിഞ്ഞപ്പോ മുതല് സേതുവിനെ വിളിച്ചോണ്ടിരിക്കാൻ ഞാൻ. സേതുവിന്റെ ഫോണിന് എന്താ കുഴപ്പം? ഫോണിന് കുഴപ്പമൊന്നുമില്ല, ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആളുകളോട് സമാധാനം പറഞ്ഞ് മടുത്തതുകൊണ്ടാ മനുവിനെ അറസ്റ്റ് ചെയ്തത്. വാർത്തയായപ്പോ മുതൽ ഒരു നിമിഷം സ്വൈര്യം തരില്ല. ആ സംഭവത്തിൽ എനിക്കുള്ള പങ്ക് എന്താണെന്ന് അറിഞ്ഞാലേ എല്ലാവർക്കും സമാധാനാവും. എനിക്കറിയേണ്ടത് അത് തന്നെയാ. കർണനോടുള്ള പക തീർക്കാൻ സേതു മനുവിനെ കരുവാക്കായിരുന്നു അല്ലേ? ശ്രീധരേട്ടാ, നാട്ടുകാർ മുഴുവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ശ്രീധരേട്ടൻ എന്നെ കുറ്റപ്പെടുത്തിയ എനിക്ക്